ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആൻസ്ബഡ്സിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്രസ് സീഡാണ്. ഹലീം സീഡ് എന്ന് പറയും. പിന്നെ നമ്മൾ ആശാലി എന്ന് പറയുന്ന ആ സീഡാണിത്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത്ര സീഡ് വേണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ നിങ്ങൾ എടുത്താലും മതിയാകും. അപ്പോൾ ഇതാണ് നമ്മൾ ക്രസ് സീഡ് എന്ന് പറയുന്നത്. റെഡ് കളറിലാണ് ഇത് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ 2 കപ്പ് പാല് സോസ് പാനിലോട്ട് ചേർത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കുറച്ച് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്യണം. കുറച്ച് ക്യാരറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് സോസ് പാനിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂവും കുറച്ച് ബദാമുമാണ് അത് ഞാൻ ചേർത്തിട്ട് ഇതിലൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തൊന്ന് ചേർത്തിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഫ്ലെയിമിൽ ഓയിൽ തന്നെ ആക്കി വെക്കണം, അല്ലെങ്കിൽ ക്യാരറ്റ് വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. 1 മിനിറ്റ് കൊണ്ട് തന്നെ ക്യാരറ്റ് വെന്ത് വരും കേട്ടോ. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഒന്ന് നമുക്ക് കലക്കി വെക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ലോണം കസ്റ്റാർഡ് പൗഡർ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ പാല് സമയത്ത് നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഞാൻ ഷുഗർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച് ഷുഗർ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർക്കണം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ക്രസ് സീഡ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുതിർന്ന് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നമ്മളെ ആശാലി. ഇതൊന്ന് നല്ലോണം നരപ്പെ കൂടെ അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തെടുത്താലൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒന്ന് കടിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര അളവിൽ വേണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ നിങ്ങൾ സോക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മെയിനായിട്ട് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് ക്രസ് സീഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 മിനിറ്റ് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ക്യാരറ്റും ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ക്യാരറ്റും കൂടി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കുക, അല്ലെങ്കിൽ വെന്ത് വരാതെ കസ്റ്റാർഡ് വേഗം തിക്കായിട്ട് പോകും. അതിനുകൂടി ലോ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കസ്റ്റാർഡൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ചും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ചേർക്കുമ്പോൾ ഒന്നും കൂടി ഫ്ലേവർ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം, നമ്മളെ ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കസ്റ്റാർഡ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആശാലി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സീഡാണ് ഈ ക്രസ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ചൂടോടെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ കുടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും അറിയിക്കണം. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.